നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. സോ നമുക്ക് പാർട്ട് 4 ഓഫ് കേരള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 പാർട്ടുകൾ കഴിഞ്ഞു. 25 ക്വസ്റ്റ്യൻസ് ഈച്ചുള്ള 75 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ അവസാനത്തെ പാർട്ടാണോ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പാർട്ട് 4 ഓഫ് കേരള ഫാക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിലൊരു 25 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് കേരള ഫാക്ട്സിൻ്റെ 100 ക്വസ്റ്റ്യനാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എന്നും പറയുന്ന പോലെ കേരളയുടെ മാപ്പാണ് ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഓരോ പൊസിഷനും, ഓരോ ജില്ലകളുടെ ഓരോ പൊസിഷനും നന്നായിട്ട് മനസ്സിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 76ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ സെക്ഷനിൽ 76th ക്വസ്റ്റ്യനാണ്. അറബിക്കടലിൻ്റെ റാണി, നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചിയാണ് അറബിക്കടലിൻ്റെ റാണി. ഇനി 77th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയ ജലമാർഗം കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3 കേരളത്തിലെ ദേശീയ ജലമാർഗം കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3. ഇനി 78ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം. കേരളത്തിലെ ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം. ഇനി 79ാമത്തെ ക്വസ്റ്റ്യൻ, 79th ക്വസ്റ്റ്യൻ, കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ വർഷം 2019. കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ വർഷം. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇനി 81st ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓണം. നമുക്കറിയാം, കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓണം. ഇനി 82nd ക്വസ്റ്റ്യൻ, കേരളത്തിലെ 4ാമത്തെ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം 2018. 2018 കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. അതാണ് കേരളത്തിലെ 4ാമത്തെ വിമാനത്താവളം. അതേപോലെ കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം 4. ഓക്കെ, കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം 4. ഇനി 84th ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. അറിയാം, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. 85th ക്വസ്റ്റ്യൻ, സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ 12 പുഴകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയും കാസർഗോഡ് തന്നെയാണ്. ഓക്കെ, കേരളത്തിലെ 12 പുഴകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. അതേപോലെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആദ്യ പേര് ചേര രാജവംശം എന്നാണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആദ്യ പേര് ചേര രാജവംശം. ഓക്കെ, ഇനി 88th ക്വസ്റ്റ്യൻ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതേപോലെ 89th ക്വസ്റ്റ്യൻ, ശ്രീ പത്മനാഭദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ഓക്കെ, ശ്രീ പത്മനാഭദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ഇനി 90th ക്വസ്റ്റ്യൻ, വേണാട് രാജ്യത്തിൻ്റെ രാജാവ് അറിയപ്പെട്ടിരുന്നത് മൂപ്പൻ. വേണാട് രാജ്യത്തിൻ്റെ രാജാവ് അറിയപ്പെട്ടിരുന്നത് ചിറവ മൂപ്പൻ എന്നാണ്. വേണാട് രാജ്യത്തിൻ്റെ രാജാവ് അറിയപ്പെട്ടിരുന്നത്. അതേപോലെ 91st ക്വസ്റ്റ്യൻ, ചിറവ മൂപ്പൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം പനങ്കാവിലാണ് ചിറവ മൂപ്പൻ്റെ ആസ്ഥാനം. കൊല്ലം പനങ്കാവ്. ഇനി 92nd ക്വസ്റ്റ്യൻ, വേണാട് രാജ്യത്തെ യുവരാജാവ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തൃപ്പാപ്പൂർ മൂപ്പൻ. വേണാട് രാജ്യത്തെ യുവരാജാവ് അറിയപ്പെടുന്നത് തൃപ്പാപ്പൂർ മൂപ്പൻ എന്നാണ്. ഇനി 93rd ക്വസ്റ്റ്യൻ, വേണാട്ടിലെ ആദ്യ ഭരണാധികാരിയായി കരുതപ്പെടുന്നത്. വേണാട്ടിലെ ആദ്യ ഭരണാധികാരിയായി കരുതപ്പെടുന്നത് ആരാണ്? അയ്യനടികൾ തിരുവടികളാണ് വേണാട്ടിലെ ആദ്യ ഭരണാധികാരിയായി കരുതപ്പെടുന്നത്. ഇനി 94th ക്വസ്റ്റ്യൻ, അവസാനത്തെ കുലശേഖര ചക്രവർത്തി രാമവർമ്മ കുലശേഖരൻ. അവസാനത്തെ കുലശേഖര ചക്രവർത്തി രാമവർമ്മ കുലശേഖരനാണ്. ഇനി 95th ക്വസ്റ്റ്യൻ, മലയാള രേഖകളിൽ ചേതങ്ങനാടെന്നും സംസ്കൃത കൃതികളിൽ ജയസിംഹനാടെന്നും അറിയപ്പെടുന്ന സ്വരൂപം.
ദേശിങ്ങനാട് സ്വരൂപം. ദേശിങ്ങനാട് സ്വരൂപമാണ് മലയാള രേഖകളിൽ ചേതങ്ങനാടെന്നും ഓക്കെ, സംസ്കൃത കൃതികളിൽ ജയസിംഹനാടെന്നും അറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏതാണ്? ദേശിങ്ങനാട് സ്വരൂപം. ഇനി 96th ക്വസ്റ്റ്യൻ. കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഇനി 97th ക്വസ്റ്റ്യൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം. ചെമ്പഴന്തി തിരുവനന്തപുരത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ഇനി 1498 യൂറോപ്യൻ സഞ്ചാരിയായ വാസ്കോഡ ഗാമ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് കാപ്പാട്. ഓക്കെ, 1498 ഇയർ ഓർത്ത് വയ്ക്കുക. 1498 യൂറോപ്യൻ സഞ്ചാരിയായ വാസ്കോഡ ഗാമ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് കാപ്പാട് ബീച്ച്. ഇനി 99 ക്വസ്റ്റ്യൻ നമ്പർ 99. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. ഓക്കെ, വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. ഇനി 100ാമത്തെ ചോദ്യമാണ്. 1957 പുതിയ കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുടെ പട്ടികയിൽ നിന്നാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉണ്ടായത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയുടെ നേതൃത്വം വഹിച്ചത് എന്നാണ്. 1957 പുതിയ കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലെ പട്ടികയിൽ നിന്നാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള, ആരുടെ കീഴിലാണ് ഫസ്റ്റ് മന്ത്രിസഭ ഉണ്ടായത്? EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉണ്ടായത്. വർഷം ഓർക്കുക, 1957. ആരാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്? EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ആദ്യത്തെ കേരളത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടായത്. ഓക്കെ, സോ നമ്മൾ 100 കേരള ഫാക്ട്സ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു ബേസിക്കായിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഫർദറായിട്ട് നമുക്ക് പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.